അപ്പൊ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്, വൺസ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ഹോസ്പിറ്റൽ ഒരു ക്ലിനിക്സിലൊക്കെ ജോലി ചെയ്തതിന് ശേഷം കുറേ പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളാണ്, നമുക്ക് ആ ജോലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ജോലി നമുക്ക് പറഞ്ഞ പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവരാരും പ്രതികരിക്കാതിരിക്കുന്നത്. അതായത് അവർക്കത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലത്തെ അല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കുറേ വർക്ക് ലോഡ് കാര്യങ്ങളൊക്കെ ആണല്ലോ, അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി പോകുമെന്ന് വെച്ചിട്ടൊക്കെ പേടിച്ച്, അതായത് കഷ്ടപ്പെട്ട് ഡ്യൂട്ടി എടുക്കുന്ന കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റുന്നില്ല. ഇന്റർവ്യൂവിന്റെ സമയത്ത് അവർ അങ്ങനെയല്ല പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് ജോബ് ഓഫർ ചെയ്തപ്പോൾ അവർ ഇന്ന ജോലി എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ജോലിയല്ല, അവർ പല രീതിക്കുള്ള ജോലികളാണ് തരുന്നത്. അതുപോലെ തന്നെ എന്നെ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ എനിക്കിപ്പോൾ മെഡിക്കൽ വാർഡിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്നെ മെഡിക്കൽ വാർഡിലല്ല എടുത്തത്, എന്നെ സർജിക്കലിൽ കൊണ്ടിട്ടു, പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലി പോവുമോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ റിസൈൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ജോലി അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ പോലത്തെ അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ മൗത്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങൾക്ക് കൺസേൺ ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ടീം ലീഡർ ഉണ്ടാവും, ഇൻചാർജ് ഉണ്ടാവും, പിന്നെ അവരുടെ മേളിൽ കേസ് മാനേജർ, അങ്ങനെ അങ്ങനെ പോയിട്ട് ലാസ്റ്റ് NS ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കൺസേൺ ആയിട്ടുള്ള സീനിയറോട് പറയുക, എനിക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ജോലി എടുക്കുന്ന സമയത്ത് അവർ അങ്ങനെയാണ് പറഞ്ഞത്, ഈ ഒരു ഏരിയയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറയും. ചിലരിപ്പോൾ ഒരു ഒരു പ്രൊഫഷൻ കഴിയണവരെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇടുമായിരിക്കും ചെയ്യുന്നുണ്ടാവും, അത് കഴിയുമ്പോൾ നമ്മളെ മാറ്റുമായിരിക്കും. അങ്ങനെ അല്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്ത് അവരെടുത്തിട്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടിടുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ വാർഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ട് ICU ഇട്ട് കഴിഞ്ഞാൽ ICU വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മളവിടെ പുതിയതായിരിക്കും എല്ലാം കാണും, നമുക്ക് ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൺസേൺ ആയിട്ടുള്ള സീനിയേഴ്സിനോട് പറയാം. നമുക്കിപ്പോൾ വായ തുറന്ന് പറഞ്ഞു എന്ന് ഓർത്തിട്ട് നമ്മൾ അവർ ഇമ്മീഡിയറ്റ്ലി നമ്മളെ ടെർമിനേറ്റോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ തന്നെ പറയാം. വേറെ ആരും നമുക്ക് വേണ്ടി പറയാനോ അല്ലെങ്കിൽ വേറെ ആരും നമ്മളെ പുറകിൽ നിൽക്കാനോ ഒന്നുമില്ല. നമ്മൾ ബുദ്ധിമുട്ടുന്നു, നമ്മൾ ഫേസ് ചെയ്യുന്നു, അപ്പൊ നമ്മുടെ ആവശ്യമാണ് അവിടെ ഓപ്പൺ ചെയ്യണമെന്ന്, മീൻസ് അവിടെ പറയണമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ കൺസേൺ ആയിട്ടുള്ള സീനിയർ അല്ലെങ്കിൽ ടീം ലീഡർ അടുത്ത് പറയാം, അല്ലെങ്കിൽ ഇൻചാർജ് ഉണ്ടെങ്കിൽ ഇൻചാർജിനോട് കാര്യം പറയാം, എന്നെ ജോബിനും എടുത്തപ്പോൾ എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ആന്ന് പറഞ്ഞപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് എടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്, പക്ഷെ എനിക്ക് അവർ പക്ഷെ എന്നെ ഇവിടെയാണ് ഇപ്പോൾ കൊണ്ടുവന്നത്, അപ്പൊ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനോ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എനിക്ക് ഇവിടെ കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റില്ല, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഉള്ള പറഞ്ഞ സ്ഥലത്ത് തന്നെ എനിക്ക് വേണം എന്നുള്ള കാര്യം പറയാം. അപ്പൊ അവര് കൺസേൺ ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം. അതിൽ നിങ്ങൾക്ക് ടെർമിനേഷനോ അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്മിസ് ചെയ്യേ അല്ലെങ്കിൽ നിങ്ങളെ പനിഷ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് 2-3 പേര് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഒരു കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ എത്ര അഡ്വൈസ് ചെയ്തിട്ടോ പറഞ്ഞു തന്നിട്ടോ ഒന്നല്ല, അതൊക്കെ നിങ്ങളായിട്ട് ചിന്തിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കൊരു ജോലിയിൽ അവർ പറഞ്ഞ ഓഫറിലല്ല നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ റിപ്പോർട്ട് ചെയ്യാം, എന്നെ ഈ ഒരു പൊസിഷനിലല്ല എടുത്തിട്ടുള്ളത്, ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടല്ല എടുത്തത്, പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് തുറന്നടിച്ച് പറയാം. കാര്യങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് ഇല്ലെങ്കിൽ അതിന്റെ സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അവരെ റിപ്പോർട്ട് ചെയ്യുക, മെയിൽ ത്രൂ അല്ലെങ്കിൽ അല്ലാതെ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും. നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തുടർന്ന് പോകാൻ വേണ്ടി പറ്റും. അല്ല, നിങ്ങൾ പേടിച്ചിട്ട് ഇപ്പോൾ ആരെയാണ് നമ്മൾ പേടിക്കുന്നത്, ഹോസ്പിറ്റലിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ പിടിച്ചു കഴിഞ്ഞു, അല്ല പിടിച്ചുകൊണ്ട് ജയിലിൽ ഇടുക, അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറേ പേര് മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, കാണുക, കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുക, എന്നിട്ട് നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞ ഇപ്പോൾ ക്ലിനിക്സിൽ ആ ഒരു ഇഷ്യൂസ് വരുന്നില്ല. ക്ലിനിക്സിൽ ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെന്റലിൽ എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ ആസ്തെറ്റിക് അല്ലെങ്കിൽ കോസ്മെറ്റിക്കിന്റെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ അവിടെ ഇടുമായിരിക്കും. നിങ്ങൾക്ക് ഡെന്റൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കോസ്മെറ്റിക് ഏരിയയിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, എനിക്ക് ആ ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ ആസ്തെറ്റിക്കിന്റെ ഇതിൽ എനിക്ക് വേണ്ട, എനിക്ക് ഡെന്റലിൽ തന്നെ മതി എന്നുള്ള കാര്യം പറയാം. ഇനി അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊബേഷണൽ പീരീഡിന്റെ ആണോ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് റിസൈൻ വെക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആസ് പെർ ദ കോൺട്രാക്റ്റിൽ എത്രയാണോ
റെസിഗ്നേഷൻ പീരീഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു ഇത് റെസിഗ്നേഷൻ വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇറങ്ങാൻ. എന്നിട്ട് ആ സമയത്ത് നിങ്ങൾ വേറെ ജോലി നോക്കുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോരുന്നത്, നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ പറയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ റിസൈൻ ചെയ്ത് ഇറങ്ങുക. അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. എപ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു കൺട്രി ഇതിൽ വരുമ്പോൾ നമുക്ക് ആരും തന്നെ സഹായിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താ, പലരും പലതും പറയും, പലതുകളും പിന്തിരിപ്പിക്കാനോ അതും ഇതൊക്കെ പറയും. നമുക്ക് വേണ്ടത് മാത്രം എന്ത് ചെയ്യാം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ടത്, അതായത് അവരിപ്പോൾ പറയുന്ന എല്ലാം അവർ പറയും, ഓക്കെ നീ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും, ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഇവാലുവേഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് ആ ഒരു ജോലി കണ്ടിന്യൂ ചെയ്യാതിരിക്കുക, കഷ്ടപ്പെട്ടിട്ട് ഡ്യൂട്ടി എടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ വീട്ടിലേക്കാട്ടിയും കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ആ ഒരു വർക്ക് പ്ലേസ് നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. പിന്നെ ഭയങ്കര ഒരു, അതായത് ഇഷ്ടപ്പെടാതെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇത് ഇവാലുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക. പലരും പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കും, പലരും പറയും. നമുക്ക് അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റാൻഡിൽ നമ്മൾ എന്താണോ ഉള്ളത്, നമുക്ക് എന്താണോ മീൻസ് ഇപ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കുക. പിന്നെ അവരെ ഒട്ടും സമ്മതിക്കില്ല, അല്ല പറ്റില്ല, ഇവിടേക്കാണ് വേക്കൻസി വന്നത്, അപ്പോൾ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിസൈൻ ചെയ്തിട്ട് ഇറങ്ങുക കേട്ടോ. അപ്പോൾ മാക്സിമം ഒരു ജോലിയൊക്കെ കിട്ടണമെങ്കിൽ, അത്രമേൽ ഹോസ്പിറ്റലിലൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൺസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുക. അതൊരു അത് നിങ്ങളുടെ മുകളിലുള്ള അതോറിറ്റിയിൽ ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാം. പിന്നെ കുറേ പേര് പറഞ്ഞു ഈ ഒരു വർക്ക് പ്ലേസിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. നിങ്ങളൊരു പുതിയൊരു എംപ്ലോയി ആയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ സീനിയേഴ്സ്, അവിടെ ഓൾറെഡി 10ഉം 15ഉം അല്ലെങ്കിൽ 5-6ഉം അല്ലെങ്കിൽ 1 ഇയറിന് മുന്നേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവരവിടെ സീനിയർ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് കാര്യമില്ല. അവിടെ പോകുമ്പോൾ നിങ്ങൾ അവിടുത്തെ ജൂനിയർ ആയിരിക്കും, അത് മീൻസ് ഫ്രഷർ ആയിരിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും അവിടുത്തെ റൊട്ടീനും കാര്യങ്ങളും പഠിക്കണമെങ്കിൽ നമ്മൾ അവരുടെ അണ്ടറിൽ നിന്നാലേ പറ്റുള്ളൂ. പലരും പലതും പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മളെ ഡിസപ്പോയിൻമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യാനോ ഒക്കെ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. പക്ഷെ നമ്മൾ അതിലൊന്നുമില്ല, നമ്മൾ എന്തിനാ പോകുന്നത്, ജോലി എടുക്കാൻ. അപ്പോൾ നമ്മൾ അവിടെ പോവുക, നമ്മുടെ എന്താണോ നമുക്ക് അസൈൻ ചെയ്തേക്കുന്നതെങ്കിൽ അത് നമുക്ക് പറ്റുന്ന രീതിക്ക് മാക്സിമം എന്ത് ചെയ്യുക, ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഇറങ്ങുക. ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു വീടോ നമ്മുടെ ഒരു ഇതോ കാര്യങ്ങളോ ഒന്നും അല്ല, നമുക്ക് അല്ലാണ്ട് ഒരു ലൈഫ് വേറെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് അല്ലോ അവർ അങ്ങനെ പറഞ്ഞു, സീനിയർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അങ്ങനെ കിട്ടിയില്ല, ഇല്ല, നമുക്ക് പഠിക്കാമല്ലോ. നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ എല്ലായിടത്തും ഒരുപോലത്തെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല, എല്ലായിടത്തും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ടോർച്ചർ ചെയ്യുക കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഹയർ അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് തന്നെ പറയാം എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ പഠിച്ചു വരുന്നുള്ളൂ എന്നുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയുക. എന്നിട്ട് അവരെ കൂടെ നിന്ന് നിങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നമ്മൾ നേഴ്സസിനൊക്കെ നമുക്ക് ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലോ ഒരു പുതിയ സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു 1 മന്ത് തന്നെ മതി, അതിന് കൂടുതൽ ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് തരുന്ന അസൈൻ പേഷ്യൻസ്, നമുക്ക് തരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കംപ്ലയിൻസും കാര്യങ്ങളും ഇല്ലാണ്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൽ കുറേ പാനിക്കായിട്ട് അവൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവളിങ്ങനെ പറഞ്ഞു, ബാക്കിൽ അങ്ങനെ പറഞ്ഞു, അതിലൊന്നും നമ്മൾ ചെവി കൊടുത്ത് അതിലൊന്നും റെസ്പോണ്ട് ചെയ്തിട്ട് നമ്മുടെ ടൈമോ കാര്യങ്ങളോ വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, എന്തിനാണ് പോകുന്നത്, ജോലി എടുക്കാൻ. നമ്മൾ എന്തിനാണ് ഇവിടെ ദുബായിൽ മീൻസ് UAE വന്നിട്ടുള്ളത്, നമുക്ക് 2 കാശ് ഉണ്ടാക്കാനും അതുപോലെ നമ്മുടെ കരിയറും നമ്മുടെ ലൈഫും എല്ലാം സെറ്റിൽ ആക്കാനാണ്. അപ്പം നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ബാക്കിയുള്ളവരടുത്ത് പോയി ഇതാക്കുക, അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു. കുറേ പേര് എനിക്ക് അങ്ങനെ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, അതിലൊക്കെ നമ്മുടെ ടൈമും കാര്യങ്ങളും വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ പറയുന്ന പോലെയാണോ നമ്മുടെ ലൈഫ് ഉള്ളത്, അല്ലെങ്കിൽ അവരാണോ നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നത്, അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവരും നമ്മളെപ്പോലെ ഒരു എംപ്ലോയി ആണ്, അവര് മുന്നേ വർക്ക് ചെയ്യുന്നു, അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ അവര് നമ്മളെക്കാട്ടും വലിയ സംഭവങ്ങളൊന്നുമല്ല. അവരും ഈ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ തന്നെയാണ്, അല്ലാണ്ട് വേറെ കുറച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ
അവരാരെങ്കിലും ചൊറിയുക അല്ലെങ്കിൽ അവരാരെങ്കിലും ഇതാക്കി ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിൽ കുറ്റം പറയുകയൊക്കെ ചെയ്യുക, ബാക്കിൽ കുറ്റം കയറിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതൊന്നും ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രഷറാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കണം, നിങ്ങളുടെ ആവശ്യമാണ്. അപ്പം നിങ്ങൾ അവരുടെ നിന്നിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, നിങ്ങൾ പോവുക. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജോലി തന്ന ജോലി പക്കായിട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക കേട്ടോ. അപ്പോൾ കുറേ പേര് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഡൗട്ട് മീൻസ് ബുദ്ധിമുട്ട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് ചേച്ചി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത്. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ റിസൈൻ കൊടുത്തിട്ട് വേറെ ജോലിക്ക് നോക്കുക. അല്ല നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊബേഷൻ പീരീഡ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇൻചാർജ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് നേഴ്സ് കാര്യങ്ങളോ എല്ലായിടത്തും സീനിയേഴ്സ് ഉണ്ടല്ലോ, അവരെ റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ മാനേജർ കാര്യങ്ങളുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മളൊരു സ്ഥലത്ത് പുതിയത് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും ഡിഫിക്കൽട്ടി ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ മാക്സിമം പിന്നെ കൂടുതലായിട്ട് നല്ല ടോർച്ചറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് കൺസേൺ ആയിട്ടുള്ള ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് നിങ്ങളെ ബ്ലേഡൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ടോർച്ചർ ചെയ്യുക, അങ്ങനെയൊന്നും ആരും ഉണ്ടാവാറില്ല. എസ്പെഷ്യലി യു എയിലൊക്കെ നമ്മൾ സീനിയേഴ്സ് പറഞ്ഞു തരും. പിന്നെ എന്തെങ്കിലും നമ്മൾ അറിയില്ലെങ്കിലോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ചൊറിയായിരിക്കും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ ചെറുതെ എടുത്ത് തലയിൽ കയറ്റി വെച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള. പിന്നെ എപ്പോഴും ഒരു ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക. അത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകരുത്. എന്തായിക്കോട്ടെ അത് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അത് വീണ്ടും സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇത് എൻ്റെ ഒരു പേഴ്സണൽ, എൻ്റെ ഒരു 14 years എക്സ്പീരിയൻസിൽ എനിക്ക് മീൻസ് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസും കൂടിയാണ് ഫ്രഷേഴ്സിന് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. എന്ത് സപ്പോർട്ടിനും നിങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാം, DM ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് റിപ്ലൈ ചെയ്യുന്നത് വീഡിയോസ് ആയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ബൈ.